ഗവർണർ പാൻപരാഖാനെ കഴിഞ്ഞ കാലങ്ങളിൽ അന്തർധാര നടത്തിയിരുന്നതുകൊണ്ട് തന്നെ നായ വില കൽപ്പിച്ച് സർക്കാർ ആട്ടിയിറക്കി വിട്ടതിൽ വേദനയുള്ള രണ്ട് വിഭാഗക്കാരുണ്ട്. അതിൻ്റെ രണ്ട് പ്രതികരണമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കണം, ഗവർണറും സർക്കാരും ഒക്കച്ചങ്ങാതിമാരായിരുന്നേ എന്ന് പുലമ്പിക്കൊണ്ട് നടന്നവരും ആ പുലമ്പലിനപ്പുറം വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ബോധ്യപ്പെടും. ഒരുപക്ഷെ വേദനയുടെ സ്വരം ഒരുപോലെയാണെങ്കിലും തെറ്റിദ്ധരിക്കരുത്. ഒന്ന് സംഘി മുരളീധരനും ഒന്ന് തട്ടമിട്ട ശശികലയും. കേരളത്തിന്റെ ആതിഥ്യ മര്യാദ, ആ ആതിഥ്യ മര്യാദയുടെ പാരമ്പര്യത്തിന് അങ്ങേയറ്റം വിരുദ്ധമായിട്ടുള്ളതാണ്. കേരളത്തിന് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിന്റെ പ്രഥമ പൗരനായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോൾ സർക്കാരിന്റെ മന്ത്രിസഭയുടെ ഒരു പ്രതിനിധി പോലും ചെന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം പ്രസക്തമാണ്. ഇവിടെ കൃത്യമായിട്ടൊരു കീഴ്വഴക്കമുണ്ട്. അത് കേരളത്തിൽ വരുന്ന ഗവർണർക്ക് ഇവിടെ നിന്ന് പോകുമ്പം ഒരു പരിപാടി സംഘടിപ്പിച്ച് അവിടെ യാത്രയപ്പ് നൽകുക എന്നുള്ള കാര്യം കേരളത്തിൽ നടന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷെ അത് നമ്മുടെ എവിടെയും ഭരണഘടനയിലോ മറ്റുള്ള കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ആ കീഴ്വഴക്കം ലംഘിച്ചു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ സർക്കാരാണ്, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ആ പാർട്ടിയാണ്.